നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാകുന്നത് CPM തന്നെയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ CPM പരാജയമുണ്ടായാൽ അത് വലിയ തരത്തിൽ ബാധിക്കുമെന്ന ആശങ്ക CPM-നുണ്ട്. അതുമാത്രമല്ല, CPM ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവ നേതാവിനെ തന്നെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ എന്നാൽ ഉണ്ടാക്കുന്ന ആശങ്ക ക്ഷാമബദ്ധയും ലീവ് സറണ്ടറും ഒക്കെയായി ബന്ധപ്പെട്ട് തന്നെയാണ്. ലീവ് സറണ്ടറും DAയും ക്ഷാമബദ്ധയും പെൻഷനും ഒക്കെയായി ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ നഷ്ടം ജീവനക്കാർക്ക്, പെൻഷനേഴ്സിന് ഒക്കെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ വോട്ടുകൾ എങ്ങോട്ട് മറിയും എന്ന ആശങ്കയിലാണ് CPM എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷാമബദ്ധ അടക്കമുള്ള നഷ്ടം ഏതാണ്ട് 1 ലക്ഷം കോടിയാണ്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ വോട്ട് നിലമ്പൂരിൽ എങ്ങോട്ടാണ് എന്ന ആശങ്കയിൽ LDF ഇരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. നിലമ്പൂരിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ വോട്ടിൽ ആശങ്ക പുലർത്തുമ്പോഴും ഒരുപക്ഷെ തിരിച്ചടിയാവില്ല എന്ന് പോലും തോന്നുന്നുണ്ടെങ്കിലും വലിയ ആശങ്ക തന്നെ ഉണ്ടാവുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും ഒന്നും CPM കൈവിടാനുള്ള സാധ്യതകളില്ല. എന്തൊക്കെ സംഭവിച്ചാലും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തുടനീളം അതിശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ആശാവർക്കർമാരുടെ സമരം അടക്കമുള്ളവ, ആ സമരവും അങ്ങനെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ, പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ പ്രതിഷേധം അടക്കം. സർക്കാർ ജീവനക്കാരുടെ നോക്കുകയാണെങ്കിൽ ക്ഷാമബദ്ധ അനുവദിക്കാമെന്നും ശമ്പള പരിഷ്കരണ കമ്മീഷൻ അനുവദിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊട്ട് നടക്കുന്നുമില്ല. ഇത് വലിയ ആശങ്കയാണ് പിണറായി വിജയന്റെ സർക്കാരിനുണ്ടാക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുകയായിരുന്നു. ഏതാണ്ട് 18% ക്ഷാമബദ്ധ നിഷേധിച്ചതിലൂടെ 115 ദിവസത്തെയും DAയ്ക്ക് മുൻകാല പ്രാബല്യം നൽകാതെ 17 ദിവസത്തെയും കിട്ടിയ ക്ഷാമബദ്ധയിൽ കവർന്നത്, 70 ദിവസത്തെയും ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാതെ ഏതാണ്ട് 52 ദിവസത്തെ ലീവ് സറണ്ടർ നിരസിച്ചതിലൂടെ 190 ദിവസത്തെയും ശമ്പളമാണ് ജീവനക്കാർക്ക് ഈ കാലയളവിൽ നഷ്ടപ്പെട്ടത്. ഇതേപോലെ ഈ കാലയളവിൽ 6.5 ലക്ഷം പെൻഷൻകാർക്കും ഉണ്ടായത് നഷ്ടങ്ങൾ മാത്രമാണ്. ക്ഷാമബദ്ധ പരിഷ്കരണത്തിൽ 2 ഗഡു ലഭിക്കാത്തത് മൂലം പെൻഷൻകാർക്ക് നഷ്ടമുണ്ടായത് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. ക്ഷാമ ആശ്വാസത്തിന് കുടിശ്ശിക അനുവദിക്കാത്ത KN ബാലഗോപാലിന്റെ നടപടി മൂലം പെൻഷൻകാർക്ക് നഷ്ടം 36,110 രൂപയാണ്. അതുമുതൽ ഏതാണ്ട് 2,61,876 രൂപ വരെ ഇവർക്ക് ക്ഷാമ ആശ്വാസം നൽകാത്തതിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 18% ഇത് കുടിശ്ശികയായതോടെ സർവീസ് പെൻഷൻകാർക്ക് ക്ഷാമബദ്ധ കുടിശ്ശിക ഇനത്തിലും ഒരു വർഷത്തെ നഷ്ടം 24,840 മുതൽ 1,90,144 രൂപ വരെയാണ്. ഇങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ജീവനക്കാർക്കും പറയാനുള്ളത്. സമ്പാദ്യമുള്ള ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ ഇങ്ങനെയുള്ള വോട്ടുകൾ, അവരുടെ രീതികൾ എങ്ങനെയായിരിക്കുമെന്നത് സർക്കാരിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. LDFന് നഷ്ടമുണ്ടാകുമോ എന്നതാണ് ഇനി നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് സ്വരാജ് കൂടി അവിടെ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി, സ്വരാജ് അവിടെ എത്തിയതോടുകൂടി മത്സരം കടുക്കുകയാണ് എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇത്തരം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ, അതുപോലെ DA, ലീവ് സറണ്ടർ, പെൻഷൻ ആനുകൂല്യങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത ഒരു സർക്കാരിന്റെ നടപടി, ആ നടപടി ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും പ്രതിഫലിക്കുക എന്ന് ഉറ്റുനോക്കാനായി ജനങ്ങളും പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ല. സ്വരാജിനുണ്ടാകുന്ന തിരിച്ചടി സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായി മാറ്റപ്പെടുമെന്ന ആശങ്ക CPM-നുള്ളിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി CPM-നെ അലട്ടുന്നത്.